ഹലോ ഗൈസ്, എല്ലാവർക്കും വെബ് ഡയറിയുടെ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും നിങ്ങളെ ക്ഷണിക്കുന്നത് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എനിക്കൊരു ജാവ ഡെവലപ്പറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെ ഞാൻ കൈയോടെ പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ശ്രീകാന്ത് എന്നാണ്. ഒരു 10 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ജാവ ഡെവലപ്പറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ കുറേ ചോദ്യങ്ങൾ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്. അതായത് എന്താണ് ബാക്ക് എൻഡ് എഞ്ചിനീയറിങ്, ജാവയുടെ ഫ്യൂച്ചർ എന്താണ്, അല്ലെങ്കിൽ ഈ ജാവയിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇങ്ങനെയുള്ള കുറേ നിരവധി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ പറഞ്ഞ ജാവ ഡെവലപ്പർ. ബ്രോയുടെ പേര് ശ്രീകാന്ത് എന്നാണ്. ദുബായിൽ ജാവ ഡെവലപ്പറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം വെൽക്കം ടു വെബ് ഡയറി. താങ്ക് യു. ഓക്കെ, കുറച്ച് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാം. കാണുന്നവർക്ക് അങ്ങനെ നമ്മൾ വലിയ ബലം പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഇത് വേണ്ട. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു ജാവ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഓർമ്മ വരുന്നത് എൻ്റെ കോളേജാണ്. ഞാൻ BCA ഗ്രാജുവേറ്റ് ആയിരുന്നു. BCAയിൽ കുറേ ലാംഗ്വേജ് പഠിക്കാനുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം ജാവയാണ്. എന്താണെന്നറിയത്തില്ല, അതിനകത്ത് കുറേ കാര്യങ്ങൾ, വലിയ വലിയ കൺസെപ്റ്റും കാര്യങ്ങളും, ഇൻഹെറിറ്റൻസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ഞാൻ ഇന്നലെ ഇരുന്ന് ആലോചിച്ചപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആലോചിച്ചപ്പം പ്രേമം എന്ന് പറയുന്ന സിനിമ ഇന്നലെ എൻ്റെ നൈറ്റിലേക്ക് വന്നു. അതിനകത്ത് നമ്മുടെ ആ ആക്ടറിൻ്റെ പേരെന്തായിരുന്നു? വിനയ് ഫോർട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ജാവ വളരെ സിമ്പിളാണ്, വളരെ പവർഫുള്ളാണ്, പിന്നെ സേഫ്. ജാവ വളരെ സേഫാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ അന്ന് പഠിച്ചു, ഞാനത് വിട്ടു. എനിക്ക് സിമ്പിളായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എന്താണ് ജാവയെ പറ്റി ഈ പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ അതിനകത്ത് റോബസ്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ ഈ എന്താണ് വിനയ് ഫോർട്ട് അവിടെ ഉദ്ദേശിച്ചത്? അത്രയും സിമ്പിളാണോ ജാവ? ആക്ച്വലി പ്രദീപ് ഈ പോഡ്കാസ്റ്റിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം വന്ന ഒരു സംശയം ഇതായിരുന്നു. ഇപ്പം പ്രദീപ് ജാവ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും പ്രേമത്തിലെ ഡയലോഗ് പറയേണ്ടി വരുമെന്നുള്ളത്. ഓക്കെ. കുറേയൊക്കെ കുറേ അല്ല, കറക്റ്റാണ്. ജാവ ഭയങ്കര സിമ്പിളാണെന്ന് വിശ്വസിക്കുന്നു. അത് തുടക്കത്തിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ കരിയർ തുടങ്ങിയ സമയത്ത്? ഇല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നത്. ആ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ജാവ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് എൻ്റെ എൻജിനീയറിങ് കഴിയാറാവുന്ന സമയത്തൊക്കെയാണ് ഞാൻ ജാവ പഠിക്കുന്നതും ഇതൊക്കെ തന്നെ. പിന്നെ ജാവ കുറേ കൂടിയും കുറച്ചും കൂടി ട്രഡീഷണൽ വേയിൽ ഉള്ള ആൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ്. ട്രഡീഷണൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വേരിയബിൾ ഡിക്ലറേഷൻ വരുന്നു. ഇപ്പം പൈത്തണിലായാലും മറ്റേതിലായാലും നമുക്ക് ഒരു വേരിയബിളിനെ പല രീതിയിൽ ഡിക്ലെയർ ചെയ്യാം. ഇപ്പം നമ്മൾ കുറേ കൂടി സ്റ്റാറ്റിക്കലി ടൈപ്ഡാണ് ഇവിടെ. സ്ട്രിങ്, ഇൻറ്റിജർ, നമ്മൾ ഏത് ടൈപ്പാണെന്ന് പറയുന്നത് നമ്മളത് വളരെ കൃത്യമായി പറയുന്നു ജാവയിൽ. അപ്പോൾ വളരെ നമ്മൾ അതിനനുസരിച്ചുള്ള കോഡുകളാണ് എഴുതുന്നത്. അപ്പം അതിൽ പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും വരാനില്ല. അപ്പം നമുക്ക് വളരെ സേഫായിട്ട് അത് ബിൽഡ് ചെയ്യാം, അത് ഡിപ്ലോയ് ചെയ്യാം. നമുക്കൊരു ലാർജ് ഒരു എൻ്റർപ്രൈസ് കോഡും ഒക്കെ നമുക്ക് അത്യാവശ്യം നന്നായി സ്റ്റാറ്റിക്കലി കമ്പൈൽഡ് ആയതുകൊണ്ട് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ടൈപ്പ് സ്ക്രിപ്റ്റ് വന്നു ജാവ സ്ക്രിപ്റ്റിൽ. നമുക്ക് അതെ, ജാവ സ്ക്രിപ്റ്റിൽ നമുക്കറിയാം ടൈപ്പ് സ്ക്രിപ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി ടൈപ്പ് ചെക്കിങ് കുറച്ചുകൂടി നമുക്ക് ആവശ്യകത വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു വലിയൊരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. ഈവൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പോലും അതിനെ മിസ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഓവർറൈഡ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാവയിൽ. രണ്ടാമത് സേഫ്റ്റി, അങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളുണ്ടല്ലോ. പിന്നെ പവർഫുൾ എന്ന് പറയുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഈ ബാങ്കിങ് സെക്ടർ കുറേയൊക്കെ ജാവയുടെ, ഞാനത് കൃത്യമായിട്ട് അതിന് ആൻസർ ചെയ്യുന്നില്ല, ഞാൻ കുറച്ചൊരു വേഗമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് പോകുമ്പോൾ നമ്മൾ കുറേ കൂടി പല ലൂപ്പ് ഹോൾസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പം ഒന്ന്, ആ രീതിയിൽ ഭയങ്കര നമുക്ക് സേഫായി കോഡ് ചെയ്യാം. രണ്ട്, നമ്മൾ ഇപ്പം ജാവയിൽ നമ്മൾ ഇൻഹെറൻ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡിസൈൻ കൺസെപ്റ്റുകളുണ്ട്. അതായത് ഇപ്പം എനിക്കൊരു ഒരു ബാങ്കിങ് ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കസ്റ്റമറിൻ്റെ ഒരു പ്രൊഫൈൽ, ക്ലാസ്, ജാവയിലെല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ്. ഓപ്സ് ആണ് അതിൻ്റെ ഒരു
സോളം എന്ന് പറയുന്നൊരു സാധനം. അപ്പം ഞാനൊരു സാധനം ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ആ ക്ലാസ്സിലെ എല്ലാ മെമ്പറും പ്രൈവറ്റ് ആയിരിക്കും. അപ്പം വേറൊരു ക്ലാസ്സിൽ വന്നത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള പല പല കോൺസെപ്റ്റുകളിലാണ് ഈ സാധനം. അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അതാണ്. അതായത് ഓരോ ലൈനും അവർക്ക് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മളൊരു സോളിഡ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുമല്ലോ, എന്താ പറയുക. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് വളരെ കൃത്യമായിട്ട് ജാവയിൽ അത് കൊണ്ടുവെക്കാം. ഇപ്പം എൻ്റെ വേരിയബിൾ ഞാൻ പ്രൈവറ്റ് ആയിരിക്കും. ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന ക്ലാസ് അത് ഫൈനൽ, അതായത് ബൈ ഡിഫോൾട്ട് ഫൈനൽ ക്ലാസ് ആയിരിക്കും. ഫൈനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ക്ലാസ് ഓവർറൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് എൻ്റെ ക്ലാസ് ആരും ഓവർറൈഡ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് തന്നെ ആ കോഡ്. അതായത് അത് പ്രൈവറ്റ് പാക്കേജ് ആയിരിക്കും, പബ്ലിക് ആയിരിക്കില്ല. അപ്പം വേറെ ആൾക്ക് ആ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ബൈ ഡിഫോൾട്ട് എവറിത്തിങ്, അതായത് ഫൈനൽ ആയിരിക്കും, പ്രൈവറ്റ് ആയിരിക്കും, എല്ലാം ആയിരിക്കും. അപ്പം പുറത്ത് കൊടുക്കേണ്ട ക്ലാസ് എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ APIs ആണ് ഞാൻ പുറത്തേക്ക് കൊടുക്കേണ്ടത്, അതിനെ മാത്രമേ ഞാൻ പബ്ലിക്കായി കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൽ പബ്ലിക് മെത്തേഡുകൾ എൻ്റെ ക്ലാസ്സിൻ്റെ അകത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു കോമൺ ഒരു ബേസിക് ഡിസൈൻ കൺസെപ്റ്റാണ് ജാവക്കകത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ബാങ്കിങ് സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റങ്ങൾ, അതുപോലെ തന്നെ ഇമ്മ്യൂട്ടബിലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. ഇതൊക്കെ ഈ സേഫ്റ്റിയിൽ ആട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതായത് എനിക്ക് നേരെ കയറിയ ഒരു ഒബ്ജക്റ്റിനെ വീണ്ടും എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അതിനെ ഒബ്ജക്റ്റിനെല്ലാം ഇമ്മ്യൂട്ടബിൾ ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഞാൻ ആ ഒരു രീതിയിലാണ് ഒരു ജാവ ഡെവലപ്പർ സാധാരണ രീതിയിൽ കോഡ് എഴുതുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം എനിക്ക് ജാവാസ്ക്രിപ്റ്റ് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്റ്റാറ്റിക് കോഡ് അനലൈസർ ടൂളുകളൊക്കെ ഉപയോഗിക്കും. സോണാർ, അങ്ങനെയുള്ള പല സാധനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മളൊരു കോഡ് എഴുതി കഴിഞ്ഞ് നമ്മളൊരു ജസ്റ്റ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളൊരു കോഡ് എഴുതി ഗിറ്റിൽ കോഡ് എഴുതി നമ്മളൊരു PR റൈസ് ചെയ്യുമ്പോഴേക്കും ഈ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അതിലൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ബിൽഡ് ഫെയിൽ ചെയ്യും. പൈപ്പ് ആണ് ഉദ്ദേശിച്ചത്. പൈപ്പ് ഫെയിൽ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ID തന്നെ ഇങ്ങനെയുള്ള പല പല പ്ലഗിൻ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതിൻ്റെ കൂടത്തങ്ങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ബ്രോ ഇപ്പം സിമ്പിൾ ആണെന്നുള്ളത് ഓക്കെ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല ജാവ സിമ്പിൾ ആണെന്നുള്ളത്. അത് വിനയ് ഫോർട്ടിന് പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് സോറി, ചിലപ്പോൾ സിമ്പിൾ ആണെന്ന് പറയാം. പക്ഷെ പവർഫുൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടായിരിക്കണം ബാങ്കിങ് സെക്ടേഴ്സ് പോലുള്ള കാര്യങ്ങൾ. സേഫും ബ്രോ പറഞ്ഞു, ഓരോ ലൈനും അതിൻ്റെതായിട്ടുള്ള ഒരു മീനിങ്. പിന്നെ പണ്ട് നമ്മൾ ജാവ കമ്പാരിസൺ നമുക്ക് ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ. പോയിന്റർ കൺസെപ്റ്റ് സേഫ് അല്ല, JVM-നകത്ത് വെർച്വൽ മെമ്മറി അത് സേഫാണ്, അങ്ങനെയുള്ള പല സാധനങ്ങളും ഉണ്ട്. ഇപ്പം ഇതിൻ്റെ രണ്ടാമത്തെ സിമ്പിൾ ആസ്പെക്റ്റിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, ഈ പുതിയ ലാംഗ്വേജുകൾ വന്നല്ലോ, പൈത്തൺ, ഇപ്പം ജാവാസ്ക്രിപ്റ്റിൻ്റെ ടൈപ്പ് സ്ക്രിപ്റ്റുകൾ വന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ജാവ ഭയങ്കര വെർബോസ് ലാംഗ്വേജ് ആണ്. അതായത് എനിക്കൊരു ചെറിയൊരു സാധനം അച്ചീവ് ചെയ്യണം. അപ്പോൾ ഞാനതിന് ബൈ ഡിഫോൾട്ട് എനിക്കൊരു മെയിൻ ക്ലാസ് ഉണ്ടാവണം, അതിലൊരു സ്റ്റാറ്റിക് വോയിഡ് മെത്തേഡ് ഉണ്ടാവണം, എന്നിട്ട് അതിൻ്റെ അകത്ത് എഴുതണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനം അതിനകത്തേക്ക് വരും. ഞാനൊരു ക്ലാസ് എഴുതും, ഒരു ഇൻ്റർഫേസ് എഴുതും, ഒരു സെറമോണിയൽ ഓഫ് കോഡ് ഞാൻ എഴുതി മാത്രമേ എനിക്കൊരു പ്രശ്നം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഫാക്ടർ ഉണ്ട്. അങ്ങനെ എഴുതുന്നതാണ് അതിൻ്റെ ആ ഒരു രീതിയിലാണ് ജാവ എഴുതി വരുന്നത്. അപ്പം അതിപ്പോൾ കാണുന്ന സമയത്ത് അത്ര സിമ്പിളായി തോന്നണമെന്നില്ല. അതെനിക്കും തോന്നാറുണ്ട് പല സമയത്തും. ഇപ്പോൾ ഒരു പൈത്തണിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം. അല്ല, ഞാൻ പറയട്ടെ. അപ്പോൾ അതുകൊണ്ടൊരു ചോദ്യം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്ത് വായിക്കാം. അപ്പോൾ ഞാൻ പറയാം, എനിക്ക് 2 നമ്പർ ജാവാസ്ക്രിപ്റ്റ് വഴി ആഡ് ചെയ്യണം, എന്നിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഒരു ഫംഗ്ഷൻ എഴുതുന്നു, A,B എന്ന് പറഞ്ഞിട്ട് 2 വേരിയബിൾ അല്ലെങ്കിൽ 2 പാരാമീറ്ററിനെ റിസീവ് ചെയ്യുന്നു, എന്നിട്ട് റിട്ടേൺ A+B. ഓക്കെ, എന്നിട്ട് എന്നിട്ട് ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നു. ഇപ്പം ആഡ് എന്നുള്ള ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റ് ആഡ് റിസൾട്ട് ഈക്വൽ ടു ആഡ് പാരന്തീസിസ് കൊടുത്തിട്ട് 4+3 കൊടുക്കുന്നു, 7 കിട്ടുന്നു. ഡോക്യുമെന്റ് ഡോട്ട് ആ ഒരു എലമെന്റിനെ എടുക്കുന്നു, പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ എത്ര ലൈൻ വരും? 1, 2, 3, 4, 5, മാക്സിമം 6 ലൈൻ വരും. ഈ സെയിം സാധനം നമ്മുടെ ജാവയിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എഴുതുന്നത്?
ജാവ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മെയിൻ ക്ലാസ് എഴുതും, എന്നിട്ടൊരു മെയിൻ മെത്തേഡ് എഴുതും. അതായത് ജാവയിലെല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒരു സ്റ്റാറ്റിക് മെത്തേഡിനെ മാത്രം ഒബ്ജക്റ്റ് ഇല്ലാതെ ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ മെത്തേഡ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് എഴുതണം. എന്നിട്ട് അവിടെ നമുക്ക് ആക്ച്വലി വെറുതെ A+B എഴുതാം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് ഇതേപോലെ ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു മെത്തേഡ് പോലെ ഒരു സം ഇൻഡ് A, B ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതാം. എന്നിട്ട് റിട്ടേൺ A+B ചെയ്യാം. ഈ പുതിയ ജാവയിൽ, അതായത് ജാവയുടെ ലേറ്റസ്റ്റ് 21-24 അനോണിമസ് മെത്തേഡുകൾ വന്നു. അതായത് ഈ കോംപ്ലക്സിറ്റി കുറെ കൂടി ഹൈഡ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് ഈ 3 സാധനങ്ങൾ എഴുതാതെ എനിക്ക് നേരെ ഒരു മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതി എനിക്ക് ഈ സാധനം ഇപ്പം അച്ചീവ് ചെയ്യാം. അതായത് ഇപ്പോൾ കുറേ കൂടി ജാവ ഒരു ടൈപ്പ് സ്ക്രിപ്റ്റ് ലെവലിലോട്ട് പോകുന്നു, ടൈപ്പ് സ്ക്രിപ്റ്റ് കുറേ കൂടി ജാവ ലെവലിലോട്ട് വരുന്നു. അതായത് ഇപ്പം വാർ കോൺസെപ്റ്റ് ജാവയിലോട്ട് വന്നു. എനിക്ക് തോന്നുന്നത് നിങ്ങളത് ഉപേക്ഷിച്ചു. നമ്മളിപ്പം വാർ എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നു, ജാവ 11 ആ സാധനം വന്നു. പക്ഷെ അതും ഇതുപോലെയാണ്. അതായത് വാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാർ ABC എന്ന് പറഞ്ഞ് ഞാൻ സ്ട്രിങ്ങിനെ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ തൊട്ട് താഴെ ABCനെ കൊണ്ട് ഇൻഡിജറിൽ അസൈൻ ചെയ്യാൻ പറ്റില്ല. അത് ജാവ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ടൈപ്പ് സേഫ്റ്റി ഒക്കെ വരുന്നത്. ഓക്കെ ബ്രോ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കുറേ പേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവരെന്തുകൊണ്ടാണ് അത് ചോദിക്കുന്നതെന്നും എനിക്കറിയാം. ഞാൻ BCA പഠിച്ചതിന് ശേഷമാണ് ഞാനൊരു ഡെവലപ്പറായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ IT-യിലേക്ക് വരാനായിട്ട് കൂടുതൽ പേര് ആഗ്രഹിക്കുന്നുണ്ട്, ഡെവലപ്പർ ആവാനായിട്ട് കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലുള്ള ഒരു കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ BBA ആണ് പഠിച്ചത്, അല്ലെങ്കിൽ ഞാൻ BSc ബോട്ടണി ആണ് പഠിച്ചത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്റ്റാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ വേറെ ഡിഗ്രി എടുത്ത ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു ഡെവലപ്പർ ആകാനായിട്ട് പറ്റുമോ? കാരണം ഇതിനുള്ളൊരു ഉത്തരം ബ്രോയ്ക്ക് പറയാൻ പറ്റും. കാരണം ബ്രോ പഠിച്ചത് BTech ആണെങ്കിലും ഓക്കെ, അത് ബാക്കി ബ്രോ തന്നെ ഉത്തരം പറയുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ IT ഫീൽഡിലേക്ക് വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ആർക്കും പെട്ടെന്ന് IT ഫീൽഡിലോട്ട് വരാം. ഒന്ന്, എല്ലാവരും ഫസ്റ്റ് ഇയർ തന്നെ ഒരു ബേസിക് C പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രോണിക്സിൽ തന്നെ നമ്മൾ 8051 മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, അങ്ങനെയുള്ള പ്രോഗ്രാം, VLSI പല പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. MATLABിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഞാൻ ജാവ പഠിക്കുന്നതും C++, ജാവ ഇതൊക്കെ പഠിക്കുന്നത്. ആ ഒരു ട്രാൻസിഷൻ അത്ര വലിയ ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ രണ്ടാമത് പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു സാധനം കുറേ കൂടി ലോജിക്കലായിട്ടുള്ളൊരു സാധനമാണ്. അതായത് നമുക്ക് പല കാര്യങ്ങളും പ്രോഗ്രാമിംഗ് കൊണ്ട് സോൾവ് ചെയ്യാം. ഉദാഹരണത്തിനൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഷോപ്പിംഗ് കാർട്ട്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളായിരിക്കും സോൾവ് ചെയ്യേണ്ടി വരുന്നത്. നേരെ മറിച്ച് ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ അകത്തുള്ള സെൻസറുകളുടെ കോഡിങ്, അതിന് കുറച്ചുകൂടി വേറൊരു നോളജ് ആവശ്യമുണ്ടാകും. അപ്പം ഇതൊരു ബേസിക് സ്കില്ലാണ്. ഇപ്പോൾ ചിലവർക്ക് വേറൊരു തരം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഈവൻ നമുക്കൊരു ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അവർക്ക് പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ട്. ഒരുപാട് റിസർച്ച് കാര്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഈ ബയോടെക്നോളജിയിൽ അതിൽ ഒരുപാട് നന്നായി പ്രോഗ്രാമിംഗ് കൂടെ അറിയുന്നവർക്ക് നന്നായി ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഡ് ചെയ്യുന്നുണ്ട് അവർ. അപ്പം ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ലാംഗ്വേജ് പോലെയാണ്. നമ്മൾ സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ടല്ലോ, അതുപോലൊരു സ്കില്ലായിട്ട് മാത്രം കൺസിഡർ ചെയ്തിട്ട് നമ്മൾക്ക് ഉള്ള ടെക്നിക്കൽ സ്കില്ല്, ഇപ്പം നമ്മൾക്ക് എത്ര സ്കില്ലുണ്ടോ അത്രയും ഈ പ്രോഗ്രാമിന് അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് നന്നായി അറിയുന്ന ഒരാൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ ഈ സെൻസറുകൾ, അല്ലെങ്കിൽ ഒരു റാസ്ബെറി പൈ വെച്ചിട്ട് പല സെൻസറുകൾ വെച്ചിട്ടൊരു ജാവ കോഡ് എഴുതണം, അല്ലെങ്കിൽ എന്ത് കോഡ് എഴുതണം, കുറേ കൂടി എളുപ്പമായിരിക്കും അത് മനസ്സിലാവാൻ, അതിൻ്റെ സ്പെക്ക് വായിച്ച് മനസ്സിലാക്കാൻ. അതുപോലെ ഇപ്പം ഒരു ഫിനാൻഷ്യൽ ഡൊമൈനിലുള്ളൊരു ആളാണ്, അവർക്കൊരു വലിയൊരു എന്താ പറയുക, ഒരു ഡാറ്റാ സെറ്റിൽ ഒരു ഫിനാൻഷ്യൽ മോഡൽ ഉണ്ടാക്കണം. ആ ഒരു നോളജ് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ബേസിക് സ്കില്ലാണ്. ഇത് നമുക്ക് ആർക്കൊക്കെ അറിയാം. നമ്മൾ
നമ്മുടെ ബാക്കിയുള്ള സ്കില്ലുകൾ വെച്ചിട്ട് ഇതിനെങ്ങനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നോ ആ രീതിയിൽ നമുക്ക് ഇതിൽ എക്സൽ ചെയ്ത് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജനറലി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾക്ക് ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല. ചില ആൾക്കാർ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ ഒരു മിനിമം ക്രൈറ്റീരിയ ആയിരിക്കും. അല്ലാതെ ഒരു പ്രോഗ്രാമിംഗ് എന്നുള്ളൊരു സ്കിൽ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡിഗ്രിയോ ഏത് ഡിഗ്രി ആണെന്നോ അങ്ങനെയുള്ള ഒരു യാതൊരു പ്രശ്നവുമില്ല. നമ്മൾക്ക് ആ സ്കില്ല് ഉണ്ടാവണം. ബാക്കിയുള്ളതെല്ലാം നമ്മൾ അക്വയർ ചെയ്യുന്ന നമ്മുടെ സ്കിൽ സെറ്റുകളാണ്. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ നോളജ് അഡീഷണൽ ഉണ്ടോ അത് വെച്ചിട്ടൊക്കെ അതൊക്കെ നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളത് ഒരു അഡീഷണൽ. ബ്രോ അപ്പോൾ അങ്ങനെ ഒരു ജാവ ഡെവലപ്പറായി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രോയുടെ കണ്ണാടി കൂളിംഗ് ഗ്ലാസ് ഒന്നും അല്ല കേട്ടോ. ബ്രോയുടെ കണ്ണാടി എന്ന് പറയുന്നത് എന്താണ്, ഇത് ലെൻസാണ് അല്ലേ. പക്ഷേ ഈ വെയിലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അതൊരു കൂളിംഗ് ഗ്ലാസ് പോലെ തോന്നുകയാണ്. അഹങ്കാരമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് കേട്ടോ. ഓക്കെ, അപ്പം ബ്രോ അങ്ങനെ ഒരു ജാവ ഡെവലപ്പറായി. അതായത് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി ഒരു ഇലക്ട്രോണിക്സ് ഗ്രാജുവേറ്റ് ആയ ബ്രോയെ ഒരു കമ്പനി ആൻഡ്രോയിഡ് ഡെവലപ്പറായിട്ട് എടുത്തു. ഓക്കെ, ആൻഡ്രോയിഡ് ഡെവലപ്പർ. ആൻഡ്രോയിഡിൽ ജാവ കോട്ട്ലിൻ ആ സംഭവമൊക്കെ തന്നെ ആയിരുന്നു. ഓക്കെ, അവരെടുത്തു, അവർ ട്രെയിനിങ് തന്നു. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്നു. ഓക്കെ, അവിടെ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് ചെയ്തു. പിന്നീട് എൻ്റെ UI സ്കിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഞാനതിൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഞാനതിൽ കുറേ കൂടി നെറ്റ്വർക്കിംഗ്, അതായത് ഒരു ആപ്പിൻ്റെ ബാക്ക് എൻഡ് പോസിബിലിറ്റീസിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഞാൻ മെല്ലെ ജാവ ബാക്ക് എൻഡാണ് എനിക്ക് കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത്. അങ്ങനെ ഞാൻ ഫുൾ ടൈം ജാവ ബാക്ക് എൻഡ് ആ ഒരു ഫീൽഡിലോട്ട് വന്നു. അപ്പോൾ എന്തായിരുന്നു തുടക്കത്തിൽ ഒരു സ്ട്രഗിൾസ്? കാരണം എനിക്ക് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റ് ഒരു 1 to 3 ഇയേഴ്സ് നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് എനിക്കൊരു ജാവയുടെ ഒരു ലൈൻ ഒരു ജാവ സ്ക്രിപ്റ്റ് പോലും എഴുതാനുള്ള ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒന്നോ എനിക്ക് വന്നിട്ടില്ലായിരുന്നു. ഈവൻ ദോ ഞാൻ BCA ഗ്രാജുവേറ്റ് ആണെങ്കിൽ പോലും. എന്തായിരുന്നു ബ്രോയുടെ ജാവ ഡെവലപ്പറായിട്ടുള്ള ഒരു തുടക്കത്തിലുള്ള ഒരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? സ്ട്രഗിൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ പ്രോഗ്രാമിംഗ് സ്കില്ല് ഭയങ്കര എഡ്യൂക്കേറ്റ് ആയിരുന്നില്ല. എഡ്യൂക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളിഡ് ആയിരുന്നില്ല. കാരണം നമ്മൾ ജാവ പഠിക്കുന്നത് അതായത് എഞ്ചിനീയറിംഗ് ഫൈനൽ ആവുന്ന സമയത്ത് തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നു, കുറച്ചാൾ ജാവ പഠിക്കുന്നു. ഇപ്പോഴും ആ ട്രെൻഡ് ഉണ്ട്. ആ ഒരു സ്കില്ലാണ്. അത് വെച്ചിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ആ സമയത്ത് നമ്മൾക്ക് ID എന്താണെന്ന് പോലും അറിയില്ല. അപ്പം നമ്മൾ നോട്ട് പാഡിലാണ് ജാവ കോഡ് എഴുതി കമ്പൈൽ ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെക്ടേഷൻ അങ്ങനെയാണ്. അതെ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അന്നും ഇന്നും ഒരു പ്രൊഫഷണലി നോളജബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കത്തില്ല പഠിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ അവിടെ തന്നെ പഠിച്ച ആള് തന്നെ അവിടെ തന്നെ പലപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ മറ്റേ IntelliJ IDE അങ്ങനെയുള്ള പല നമുക്ക് എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ അത്ഭുതമായിരുന്നു. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോട്ട് പാഡിലൊക്കെ ടൈപ്പ് ചെയ്ത്. പിന്നെ പുതിയ ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രോ ആൻഡ്രോയിഡ് ഡെവലപ്പറായിട്ട് തുടങ്ങിയ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു സമയത്ത് ഇതൊരു പുതിയ ടെക്നോളജി ആയതുകൊണ്ട് ടെക്നോളജി. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ആ സമയത്ത് സ്റ്റാക്ക് ഓവർഫ്ലോ ആണ് നമ്മുടെ എല്ലാം. അപ്പോൾ സ്റ്റാക്ക് ഓവർഫ്ലോയിൽ നമ്മൾ ചോദിക്കും എങ്ങനെ ഒരു ഫോൺ നമ്പറിനെ റെഡ് ലൈൻ ആക്കാം. അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ച് പിന്നെ ഒരു ചെറിയൊരു നോളജ് ഉണ്ടായി. പിന്നെ എൻ്റെ ആ കമ്പനിയിലെ മെൻറ്ററിങ് അത്യാവശ്യം നന്നായിരുന്നു. ഓക്കെ, അത്യാവശ്യം വായിക്കേണ്ട പുസ്തകങ്ങൾ എല്ലാം എങ്ങനെയാണ് ജാവ പഠിക്കേണ്ടത്. ജാവയിലായിരുന്നു ആ സമയത്ത് കോഡ് എഴുതിക്കൊണ്ടിരുന്നത്. ഹെഡ് ഫസ്റ്റിൻ്റെ ജാവ അതൊക്കെ ആ സമയത്താണ് ഞാൻ വായിക്കുന്നത്. അതൊക്കെ ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. അതായത് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനീഷ്യലി സ്ട്രഗ്ലിംഗ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഗൂഗിൾ ചെയ്ത് കുറച്ച് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാവും. അതൊന്ന് കുറച്ചും കൂടി നന്നായി എടുക്കുന്നത് നമ്മൾ തറവായിട്ട് ആ ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ്. ഒരു കുറച്ചൊരു നോളജ്, ഒരു വർക്കിംഗ് നോളജ് പ്ലസ് നമ്മുടെ ഒരു കോൺസ്റ്റന്റ് റീഡിങ് എനിവേസ് നമുക്ക് ഒരു ബുക്സ് വെച്ച് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ നല്ലൊരു ട്യൂട്ടർ ഇതെടുക്കാം, അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ വായിച്ച് പഠിക്കാൻ പറ്റുന്നവർക്ക് അത് വെച്ച് പഠിക്കാം. അത് ആകുമ്പോഴേക്കും നമുക്ക് നല്ല നോളജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ഇനീഷ്യൽ സ്ട്രഗ്ലിംഗ് അങ്ങനെയാണ് ഞാൻ കടന്നുപോയത്. ബേസിക്കലി ഗൂഗിൾ സ്റ്റാക്ക് ഓവർഫ്ലോ ഇതായിരുന്നു. ഇപ്പം കുറെ കൂടി എളുപ്പമാണ്. ChatGPT പോലുള്ള ടൂൾസിൽ നമുക്ക് കുറച്ചുകൂടി പഠിക്കാം. പൊതുവേ ഇപ്പം എല്ലാവർക്കും ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ പേർക്ക് IT ഫീൽഡിലൊക്കെ ഒരു ഡെവലപ്പർ ആവാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്.
പക്ഷേ പൊടുന്നനെ ChatGPT പോലൊരു ടൂള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾറെഡി ഒരു ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ഡെവലപ്പറിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ ഡെവലപ്മെൻറ്റ് പോകുന്നത്, ഇനി ഹ്യൂമൻസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ പ്രോജക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അത് വേറെ ഡിസ്കഷനാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ എന്താണ് ഫ്യൂച്ചർ ഓഫ് ജാവ? കാരണം ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ജാവ ആയിരുന്നിരിക്കണം ആ ഒരു നമ്പർ 1 പൊസിഷനിൽ ഉണ്ടായിരുന്നത്. അതിനുള്ള റീസൺസ് ബ്രോ പറഞ്ഞു. പിന്നീട് പൈത്തൺ, നമ്മളിപ്പം ആ ഒരു റാങ്കിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ വളരെ അധികം മുന്നേറുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇനി ജാവയെ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ പ്ലേസ് ചെയ്യാൻ പോകുന്നത്? പിന്നീട് നമ്മുടെ ഡിസ്കഷനിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ കോർ ബാങ്കിങ് ഒക്കെ ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ജാവ കൂടുതലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റി ഒരു ബ്രോഡ് ഒരു ഓവർവ്യൂ? എനിക്ക് തോന്നുന്നത് ഒന്ന് നമ്മുടെ റാങ്കിങ് പലതും ഗിറ്റിലെ നമ്പർ ഓഫ് കമ്മിറ്റ്സും അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ കൂടുതലും പൈത്തൺ പ്രോജക്റ്റ് ആണ് ഗിറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. സോ ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കാം. രണ്ടാമത് ജാവ ഏതൊക്കെ ഏരിയ ആണോ സെർവ് ചെയ്തിരുന്നത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്കിപ്പോഴും തോന്നുന്നത്. അതായത് ഒരു ലാർജ് എൻ്റർപ്രൈസ് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു വലിയൊരു സെറ്റ് ഓഫ് ഡാറ്റ ഡീൽ ചെയ്യുന്നൊരു സിസ്റ്റം, അല്ലെങ്കിൽ ഒരു കോർ എൻജിൻ, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കോർ റിസർവേഷൻ എൻജിൻ, അങ്ങനെയുള്ള പല സാധനങ്ങളും ബിൽഡ് ചെയ്തിരിക്കുന്നത് ജാവയിൽ തന്നെയാണ്. ഇപ്പോഴും ജാവ തന്നെയാണ് ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ജാവയാണ് പരിഗണിക്കുന്നത്. ആ ഒരു ഏരിയയിൽ ജാവ തന്നെയാണ് ആൾക്കാർ പരിഗണിക്കുന്നത്. അതിന് ജാവയുടെ അതിൻ്റെ എല്ലാ വീക്ക്നെസ്സും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പലരും പറയുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ഏരിയാസ് ഇപ്പം പൈത്തൺ കുറേ ഫോക്കസ് ചെയ്യുന്ന ഏരിയാസും പല ഏരിയാസ് ഉണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന APIs, ML റിലേറ്റഡ് ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ പൈത്തൺ അതിലോട്ട് പോകുന്നുണ്ട്. അല്ലാതെയുള്ള ഈ കോർ ബാക്ക് ആൻഡ് എൻജിൻ അങ്ങനെയുള്ള എല്ലാം ഇപ്പോഴും ജാവ തന്നെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതായത് പുതിയ പ്രൊജക്റ്റ് ഉണ്ടാകുമ്പോഴും ഇപ്പോൾ നമ്മൾ പല സ്റ്റാർട്ടപ്പുകൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്തും അവർക്ക് എല്ലാ ലാംഗ്വേജുകളും ഉണ്ടാവും, പക്ഷെ അവരുടെ കോർ പല സംഭവങ്ങളും ഈ എൻ്റർപ്രൈസ് മൊഡ്യൂൾ പോലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോർ എൻജിൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരു കോർ വർക്ക് ഫ്ലോ ബിൽഡ് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ സാധനവും മെജോറിറ്റി ജാവയിൽ തന്നെയാണ് ഉള്ളത്. ഒരുപാട് കൺകറൻസി റിലേറ്റഡ്, അതായത് പാരലൽ ഓപ്പറേഷൻ, ഒരുപാട് കാര്യങ്ങൾ, അതും ഒരു മേജർ ചങ്ക് ജാവയിൽ തന്നെയാണ്. അതിലിപ്പം വളരെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ളത് ഗോയിലും ഒരുപാട് പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് എൻ്റെ പഴയ പൈത്തൺ ഡെവലപ്പറുമായിട്ട് ഞാൻ നടത്തിയപ്പോഴും അവൻ ഗോലാങ് എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് പറയുന്നുണ്ട്. അത് വാട്സാപ്പിനാണോ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ബേസിക്കലി ഗോലാങ് ഗൂഗിൾ ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണ്. അതായത് ബേസിക്കലി ഗോലാങ്ങും സോൾവ് ചെയ്യാൻ നോക്കുന്ന പ്രശ്നം ഇതാണ്. അതായത് എത്ര ഫാസ്റ്റായിട്ട് നമുക്ക് കൺകറന്റ് ഓപ്പറേഷൻ നടത്താം, അതായത് നേറ്റീവ് വോയിസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ സേഫ് ആയിട്ട് എങ്ങനെ ചെയ്യാം. സിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് അങ്ങനെ പലതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരുപാട്, അതായത് ഇപ്പോൾ വരുന്ന ഉദാഹരണത്തിന് ഗേറ്റ് പഴയ ഗേറ്റ് വേ എൻജിനെക്സ് ആയാലും സിയിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ എൻജിനെക്സ്, ഇപ്പോൾ കാഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗേറ്റ് വേസ്, അതായത് പുതിയ പ്രൊജക്റ്റുകളെല്ലാം ഗോലാണ് എഴുതുന്നത്. അതായത് അങ്ങനെയുള്ള പല സാധനങ്ങളും ഗോയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതായത് മെജോറിറ്റി പണ്ട് സിയിലുണ്ടായിരുന്നത് അതിന് മോഡേണൈസേഷനായിട്ട് ഗോ വരുന്നുണ്ട്. ചില ജാവ പ്രൊജക്റ്റുകളും നമുക്ക് ഗോയിൽ എഴുതി നല്ല ഹൈ കൺകറൻ്റ് ആയിട്ട് ഒരു നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയി മാറ്റാം. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഞാൻ ബാക്ക് എൻഡ് എഞ്ചിനീയറിങ്ങിനെ പറ്റി പറയുന്നതുകൊണ്ടാണ്. അതായത് നമ്മളൊരു ഇപ്പോഴത്തെ കാലത്തെ നമുക്കതിനെ ഒരു ലാംഗ്വേജിലേക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. അതായത് എനിക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണം, അതിന് ചില സമയത്ത് ജാവ ആയിരിക്കും നല്ലത്. നമ്മളിപ്പോൾ കുറേ കൂടി മൈക്രോ സർവീസ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് എല്ലാം പോകുന്നത്. അപ്പം എൻ്റെ ഒരു സർവീസിന് കുറേ കൂടി യോജിക്കുന്നത് ജാവ ആയിരിക്കും. പക്ഷെ മറ്റേ സർവീസ് കുറേ കൂടി ചിലപ്പം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ഹൈ കൺകറൻറ്റ് സിസ്റ്റമാണ് വേണ്ടത്. അങ്ങനെ ഒരു ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പാരിസൺ നടത്താം. ജാവയാണോ ഗോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ML മോഡലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു API ആണ് എനിക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതായത് ML സാധനമല്ല, ഒരു ML മോഡലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ബാക്ക് എൻഡ് API ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിന് ചിലപ്പോൾ പൈത്തൺ ആയിരിക്കും കുറേ കൂടി എളുപ്പം. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പം കൂടുതലിപ്പം മൈക്രോ സർവീസസ് ആണ്.
ഇൻഡിവിജ്വൽ സർവീസസ് ആണ് അതിനെ കൊണ്ടുപോകുന്നത്. അതെ. അപ്പം ആ ഒരു ഫൗണ്ടേഷനിൽ, ആ ഒരു പ്രോജക്റ്റിൻ്റെ ഫൗണ്ടേഷനിൽ ബ്രോ പറയുന്നത് നമുക്ക് ജാവ വെച്ചിട്ട് മൈക്രോ സർവീസ് എഴുതാം, അതല്ല നമുക്കിപ്പം ജാവ സ്ക്രിപ്റ്റ് മതിയെങ്കിൽ അത് വെച്ചിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. ഇനി പൈത്തൺ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ പൈത്തൺ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഒരെണ്ണത്തിൽ സ്റ്റിക്ക് ചെയ്യാതെ ആ ഒരു എന്റർപ്രൈസിൽ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് ഇതെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പല എല്ലാം ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് API വഴിയാണല്ലോ. അതായത് ഇപ്പം ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് തന്നെ ഇപ്പം എന്താ മുന്നേ ഒരു ചിലപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് ഒരു ഒഫൻഡഡ് ആയി തോന്നുന്നു അറിയില്ല. മുന്നേ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെബ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ്. ഇപ്പോൾ കുറെ കൂടി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് APIs ആണ്. ഇപ്പം പല പേയ്മെന്റ് ഗേറ്റ്വേസ് കൊടുക്കുന്നത് APIs ആണ്. സ്ട്രൈപ്പിന്റെ API ഒക്കെ വളരെ ഫേമസ് APIs. ഇപ്പം മുന്നേ നെക്സ്റ്റിന്റെ APIs, അതാണ് അവരുടെ പ്രൊഡക്റ്റ്. അതായത് API ആസ് എ പ്രൊഡക്റ്റ് ആ ഒരു രീതിയിലേക്ക് മാറി. ഇപ്പം API പൈത്തണിൽ എഴുതണോ അല്ലെങ്കിൽ ജാവയിൽ എഴുതണോ എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. നമുക്ക് പലപ്പോഴും എല്ലാം നമുക്ക് പൈത്തൺ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. പൈത്തൺ കുറെ കൂടി രീതിയിൽ വർക്ക് ചെയ്യുന്ന രീതി വേറെ ആയിരിക്കും. നമുക്ക് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രേഷൻ എഞ്ചിൻ വേണം. അത് നമുക്ക് പൈത്തണിൽ ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അത് ഉണ്ടാക്കിയവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതും ജാവയും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാവും. നേരെ മറിച്ച് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജാവ അതിൽ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരു സ്ക്രിപ്റ്റ് പോലുള്ള സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്. അവിടെ നമ്മൾ കൊണ്ടുപോയി ജാവ ഇടുന്നത് നമ്മൾ ആ സിസ്റ്റത്തെ കുറെ കൂടി മോശമാക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം മോസ്റ്റ്ലി ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗിൽ നമ്മുടെ പ്രോബ്ലം എന്താണോ നമ്മൾക്കത് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ബ്രോ ഇടയ്ക്കൊരു കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എന്തിനായിരുന്നു ആ കരിയർ ഗ്യാപ്പ്? ജാവ ഇഷ്ടപ്പെടാതിരുന്നിട്ട് കരിയർ ഗ്യാപ്പ് എടുത്തതാണോ? അപ്പോൾ ആ കരിയർ ഗ്യാപ്പ് വന്നാൽ എല്ലാവർക്കും ഉള്ളൊരു ഭയമാണ്, എങ്ങനെ ഇനി മുന്നോട്ട് വീണ്ടും നമുക്ക് ജാവ ഡെവലപ്പർ അല്ലെങ്കിൽ ഏതാണോ അവരുടെ പ്രൊഫഷൻ അതിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ബ്രോ നടത്തിയ ശ്രമങ്ങൾ എന്തൊക്കെയാണ്? കരിയർ ഗ്യാപ്പ് എക്സാക്ട് റീസൺ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു സ്റ്റഡി പർപ്പസിനൊക്കെ ഒരു 3.5 years ഞാൻ കരിയർ ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3.5 years ഒരു കരിയർ ബ്രേക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് എനിക്കൊരു നിയർലി 2 years എക്സ്പീരിയൻസ് ഉള്ള സമയത്താണ് ഞാൻ ബ്രേക്ക് എടുത്തത്. അത് കഴിഞ്ഞ് എനിക്ക് വേറെ ചില ആവശ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നി ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അതത്ര ഞാൻ വിചാരിച്ചത്ര സക്സസ് ആയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് സ്വിച്ച് ചെയ്യാൻ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും എളുപ്പമുള്ളൊരു പ്രൊഫഷൻ പ്രോഗ്രാമിംഗ് തന്നെയായിരുന്നു. എനിക്ക് പ്രോഗ്രാമിംഗ് ഇഷ്ടമായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നത്, ഞാൻ ആദ്യം വർക്ക് ചെയ്തൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അവിടുത്തെ മെൻറ്ററിങ് നല്ല രീതിയിലുള്ള മെൻറ്ററിങ് ആയിരുന്നു. സപ്പോർട്ട് ചെയ്ത രീതി, എസ്പെഷ്യലി അവിടെ ഒരു മെയിൻ ഒരു ആർക്കിടെക്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഫ്രഷേഴ്സിനെ ഒരു റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ പുള്ളി കോഡ് കംപ്ലീറ്റിലൊക്കെ ഒരു ഇത്ര ചാപ്റ്റർ വായിക്കുക അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ പുള്ളി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും സക്സസ് ആയില്ല. നമ്മളങ്ങനെ ആരും വായിക്കുന്നില്ലല്ലോ. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഞാൻ ജാവയുടെ ഹെഡ് ഫസ്റ്റും ഇതൊക്കെ വായിച്ച് എനിക്ക് ഹെഡ് ഫസ്റ്റ് ബുക്കാണ് ഹെഡ് ഫസ്റ്റ് ജാവ. ഹെഡ് ഫസ്റ്റ് അവരുടെ ഒരു വേ ഓഫ് റൈറ്റിംഗ് നല്ലൊരു ഇൻട്രാക്റ്റീവ് വേയിലാണ്. ഇപ്പം എനിക്ക് പുസ്തകം വായിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ടോ വെച്ചാൽ അറിയില്ല. പക്ഷെ അത് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. എനിക്കൊരു ആ ഒരു ബ്രേക്ക് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ജാവയുടെ കോൺസെപ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കോൺസെപ്റ്റ് അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ക്ലാരിറ്റി കിട്ടിയിരുന്നു. അപ്പോൾ കരിയറിൽ തിരിച്ചു വന്നപ്പോൾ ഇനീഷ്യൽ സ്ട്രഗിൾ എന്തായാലും ഉണ്ടാവും. നമ്മളൊരു ഫ്രഷറായിട്ട് വരുന്ന പോലെ ആയിരിക്കും വരിക. അപ്പോൾ തിരിച്ച് നമ്മുടെ ആ ഒരു മിസ്സിങ് ഇയേഴ്സ് ഫില്ല് ചെയ്യുക എന്നുള്ള എഫേർട്ട് നമ്മൾ വളരെ കാര്യമായിട്ട് ഇടാനുണ്ട്. നമ്മൾ ഒരുപാട് ബ്രോ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോൾ ആ ഒരു എന്തായാലും HR ചോദിക്കുമല്ലോ വൈ ദിസ് ഗ്യാപ്പ്. അപ്പോൾ അത് ബ്രോ സത്യസന്ധമായിട്ടുള്ള ഉത്തരമാണോ പറഞ്ഞത്? ഞാൻ വളരെ സിൻസിയർ ആയിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇത്ര വർഷം ഗ്യാപ്പ് ഉണ്ട്. ഞാൻ അത് മറ്റേ ഒരു ഫേക്ക് ഇതൊന്നും ഫില്ല് ചെയ്യാനൊന്നും പോയില്ല. എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഞാൻ എത്ര നാളെ കോഡ് ചെയ്തിട്ട് അത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്തത്. അപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും അത് അക്സെപ്റ്റ് ചെയ്തോ അവർ?
എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ആ കരിയർ ബ്രേക്ക് ഒരു പ്രശ്നമായിട്ട് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. എനിക്കത് ആക്ച്വലി അഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കരിയർ ബ്രേക്ക് കഴിഞ്ഞ ഒരാൾക്ക് ഭയങ്കര കോഡിങ് എക്സ്പീരിയൻസ് ചിലപ്പോൾ ഇപ്പോൾ കോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ടാവില്ല എന്നുള്ളൊരു കൺസിഡറേഷൻ എനിക്ക് എപ്പോഴും കിട്ടിയതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്റർവ്യൂ കുറച്ചുകൂടെ അതായത് എൻ്റെ ആ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ, ഞാൻ ആക്ച്വലി അത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഇൻ്റർവ്യൂവിൽ എനിക്ക് ജോലി കിട്ടി. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അവർ ആ ഒരു ഏരിയയിൽ ഭയങ്കരമായ കോഡിങ് ആ ഒരു രീതിയിൽ ആയിരുന്നില്ല ഇൻ്റർവ്യൂ മൊത്തം നടന്നത് തന്നെ. അപ്പം ഞാൻ ചെയ്ത വർക്കുകൾ എന്തൊക്കെയായിരുന്നു, അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ, അങ്ങനെയുള്ള പല ഇതിലായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ പെർഫോമൻസ് നന്നാക്കുക എന്നുള്ളൊരു സാധനം, നമ്മുടെ ഭാഗത്തുള്ള എഫേർട്ട്, നമ്മൾ നന്നായി പഠിക്കുക എന്നുള്ളൊരു രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ മൊത്തത്തിൽ ഇപ്പം ബ്രോയ്ക്ക് ഒരു 8 to 10 years ഓഫ് എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. അപ്പം ജാവയിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ജാവ എത്രത്തോളം പവർഫുൾ ആണെന്ന് ബ്രോയ്ക്ക് അറിയാം. ഇപ്പം എന്തെങ്കിലും ബ്രോയുടേതായിട്ടുള്ള എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റി പോലെ, അതായത് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് അല്ല, ഒരു കമ്മ്യൂണിറ്റി പോലെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ബാക്ക് എൻഡ് എഞ്ചിനീയറിംഗിലാണ്. അതിനിപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുന്നേ നമ്മൾ എന്താ പറയുക, നമ്മളൊരു വലിയൊരു കോഡ് എഴുതുന്നു, ഒരു സ്ഥലത്ത് ഡിപ്ലോയ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പല പ്രശ്നങ്ങൾ, അതായത് മോണോലിത്ത് സർവീസുകൾ എന്ന് പറയും. അതായത് ഒറ്റ ഒരു സർവീസ് ആയിരിക്കും, ഒരു വലിയ സർവീസ്. അതിന് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. അതിന് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെർവറിനെ മൊത്തം അപ്ഗ്രേഡ് ചെയ്യണം, അതിൻ്റെ റിസോഴ്സ് കൂട്ടണം, എല്ലാം കൂട്ടണം. അപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് മൈക്രോ സർവീസുകൾ വരും. ഓരോ റെസ്പോൺസിബിലിറ്റി ഓരോ കുഞ്ഞു സർവീസുകളോട്ട് മാറും. അതേപോലെ തന്നെയാണ് എല്ലാ സാധനം. ഇപ്പോൾ ഡാറ്റാബേസ്, പുതിയ ഡാറ്റാബേസുകൾ വരുന്നത്. ഇപ്പം നമുക്ക് MongoDB എടുക്കാം. അതൊക്കെ ഒരു വൺ ഓഫ് ദ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എക്സാമ്പിൾ. അതായത് കുറേ കുഞ്ഞു സാധനങ്ങൾ കൂടിയിട്ട് ഒരു കോമൺ ഗോളിന് അച്ചീവ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അതായത് ഒരു പല നോഡുകളിൽ നമുക്ക്, അതായത് പല മെഷീനിൽ നമുക്ക്, അതായത് എങ്ങനെ നമുക്ക് ഹൈ അവൈലബിൾ ആക്കാം സിസ്റ്റത്തെ. അതായത് ഒരു സിസ്റ്റം പൊട്ടിയാൽ അടുത്ത സിസ്റ്റം ഇതിനെ ടേക്ക് ഓവർ ചെയ്യും. ആ ഒരു രീതിയിൽ ഹൈ അവൈലബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് പല റീജിയണിൽ ഇതിനെ റെപ്ലിക്കേറ്റ് ചെയ്യുക, ഡാറ്റ റെപ്ലിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളൊരു ജസ്റ്റ് ഒരു ആമസോൺ സൈറ്റ് പോലെ പല റീജിയണിലേക്ക് സ്പാൻ അക്രോസ് ആയിരിക്കും. ഒരു റീജിയൻ മൊത്തം പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റീജിയനിലേക്ക് മൊത്തം സ്വിച്ച് ചെയ്യും. അപ്പം ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് നോഡുകൾ രണ്ട് നോഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മെഷീനായിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഈ രണ്ട് മെഷീൻ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പല സമയത്തും ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തി, ഇപ്പോൾ അടുത്ത മെഷീനിലോട്ട് ആ ട്രാൻസാക്ഷൻ വന്നു, ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പറ്റി ആ നോഡ് പോയി വീണ്ടും തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ അവിടെ റിക്കവർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഇത് തമ്മിൽ ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ ഈ ടൈം സ്റ്റാമ്പ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്ക് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ബ്രോ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആണ് ഈ പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം അതൊരു അപ്പം നമ്മൾ എല്ലാവരും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ക്ലൗഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുബർനെറ്റിസ് ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമാണ്. എങ്ങനെയാണ് ഒരു പോഡ് പൊട്ടുന്നത് മറ്റേ പോഡ് അറിയുന്നത്, അല്ലെങ്കിൽ കുബർനെറ്റിസ് സിസ്റ്റം എങ്ങനെ അവെയർ ചെയ്യുന്നത്, അതിൻ്റെ അകത്തുള്ള സാധനങ്ങളാണ്. ഇപ്പം അതിൻ്റെ കുറച്ചും കൂടി ഇൻറ്റേർണൽ ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ കുറച്ചും കൂടി ഒന്ന് ഫെമിലറൈസ് ചെയ്യുക ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സിന്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വർക്ക്ഷോപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ലാബ് പോലെയുള്ളൊരു സാധനം എൻ്റെ തോട്ട് പ്രോസസ്സിലുണ്ട്. ആക്ച്വലി കുറേ കൂടി ഇങ്ക് ആൻഡ് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഇങ്ക് ആൻഡ് സ്വിച്ച്. അവരുടെ ഒരു ഐഡിയ ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ട് അവരൊരു വലിയൊരു കൺസെപ്റ്റാണ്. അങ്ങനെ ഒരു ചെറിയൊരു സാധനത്തിന് ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. അറിയില്ല, അത് കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് നോക്കാം.